നമസ്തേ. നമ്മളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ അല്ലെങ്കിൽ സൃഷ്ടാവ് നേരിട്ട് വരുമോ? നമ്മുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല വ്യക്തികളും പറയുന്നത് പോലെ അവരെ വന്ന് സ്പർശിച്ചുകൊണ്ട് ദൈവം അവരെ രക്ഷിക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം വരുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയമെന്ന് പറയുന്നത്. പല ആളുകളും കുട്ടിക്കാലത്ത് ഈ പല ഗുരുക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ വൈദികരായിക്കോട്ടെ അവർ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് വിചാരിക്കും ദൈവത്തിനെ എന്തെങ്കിലും എനിക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ദൈവം എന്നിലേക്ക് വരും എന്നൊക്കെ. പക്ഷെ ആഴത്തിൽ ആത്മീയതയിലേക്ക് പോകുന്ന സമയത്ത് ആത്മീയ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഭഗവാൻ പലപ്പോഴും നേരിട്ട് വരുന്നില്ല, അതിന് പകരമായിട്ട് ചില ശക്തികളെ അല്ലെങ്കിൽ ചില രൂപങ്ങളെ, ചില ഭാവങ്ങളെ, ചില മനുഷ്യരെ, ചിലപ്പോൾ ചില മൃഗങ്ങളെ പോലും അയക്കുമെന്നുള്ളതാണ്. ആ മനുഷ്യൻ ചിലപ്പോൾ ഒരു ഗുരുവിന്റെ രൂപത്തിലായിരിക്കും, ഒരു സുഹൃത്തിന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു അഭിഭാഷകന്റെ രൂപത്തിലായിരിക്കും. ഏത് രൂപത്തിലും ഈ പറയുന്ന ശക്തി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇവർ നമ്മളുടെ പ്രശ്നങ്ങൾ തീർക്കുകയല്ല, അതിനപ്പുറത്തേക്ക് നമുക്കൊരു വഴികാട്ടിയായിട്ട്, ചിലപ്പോൾ ഒരു സംരക്ഷകയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഹെൽപ്പിംഗ് സോൾസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി ഏജൻസ്, ഇനി അതുമല്ലെങ്കിൽ കാർമിക് ഏലീസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് വിളിക്കാമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസരങ്ങളിൽ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലാത്ത അവസരങ്ങളിൽ നമ്മളതിന്റെ വേദന ശരിക്കും അനുഭവിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ കടന്നു പോകുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ മനുഷ്യർ അല്ലെങ്കിൽ ശക്തികൾ നമ്മളുടെ കൂടെ വന്നു ചേരുമെന്നുള്ളതാണ്. നമ്മൾ ഇരുട്ടിൽ ഉഴലുന്ന സമയത്ത് ഒരാൾ പതിയെ പ്രത്യക്ഷനാകും. അയാൾ നമ്മളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റില്ല, പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം അല്ലെങ്കിൽ വഴി കാണിച്ചു തരും. ഭഗവാൻ പലപ്പോഴും വാതിലുകൾ കാണിച്ചു തരുന്നില്ല, പക്ഷേ വാതിലുകൾ കാണിച്ചു തരുന്ന മനുഷ്യരെ അയക്കും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭയം കുറയ്ക്കുന്ന മനുഷ്യരെ അയക്കും എന്നുള്ളതാണ്. ചില ആളുകളെ കാണുന്ന സമയത്ത് പ്രശ്നം തീർന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം തന്നെ ഒരു രക്ഷാ കവചമാണ്. പ്രശ്നം മാറുന്നില്ലെങ്കിലും മനസ്സിന് ധൈര്യം കൈവരുന്നു. ഇത്തരത്തിൽ പ്രശ്നം മാറിയില്ലെങ്കിലും ഭയം മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ധൈര്യം കൈവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പാനിക്കായിട്ട് പ്രതികരിക്കാനായിട്ട് പോകും, എടുത്തുചാട്ടത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. പക്ഷെ ഒരാൾ പറയുകയാണ് ഇപ്പോൾ വേണ്ട, സമയമാകട്ടെ. പിന്നീട് മനസ്സിലാകും അതാണ് ശരിയായിട്ടുള്ള തീരുമാനം എന്നുള്ളത്. ദൈവത്തിന്റെ സഹായം പല സമയങ്ങളിലും ഒരു ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാതെ പോകും, ഡിലേ ആകും. ആ സമയങ്ങളിൽ നമ്മൾ നിരാശപ്പെടും. പക്ഷെ പിന്നീട് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാകും ആ ഡിലേ എന്ന് പറയുന്നത് സംരക്ഷണമായിരുന്നു എന്നുള്ളത്. പലപ്പോഴും ഡിലേഡ് റെസ്പോൺസ് ഈസ് എ ഡിനൈഡ് റെസ്പോൺസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡിലേ എന്ന് പറയുന്നത് ഡിനയൽ അല്ല എന്നുള്ളത് മനസ്സിലാകും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ മുഖങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ളതാണ്. ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്? ആരാണ് നിങ്ങളെ എതിർത്തത്? ആർക്കാണ് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളത്? ആരായിരുന്നു അഭിനയിച്ചു കൊണ്ടിരുന്നത്? ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള മുഖങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സത്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ മറ്റൊരു രീതിയാണ്. അടുത്തതായിട്ടുള്ള കാര്യം ശരിയായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ഉപദേശം, ഒരറിവ്, അല്ലെങ്കിൽ ഒരു അവസരം, ഇതൊക്കെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാം. അത്ഭുതം സംഭവിക്കണമെന്നില്ല, പക്ഷെ ആവശ്യമായിട്ടുള്ള ആയുധം കൈകളിലേക്ക് എത്തും. അടുത്തതായിട്ടുള്ള കാര്യം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ട ആ ഒരു അവസ്ഥ മാറി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് പതിയെ മനസ്സിലാവും ചിലരൊക്കെ ഒപ്പമുണ്ട് എന്നുള്ളത്. കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതും ഭഗവാന്റെ മറ്റൊരു അവതരണ രൂപമാണ്. ഭഗവാന്റെ ആദ്യ സഹായം എന്ന് പറയുന്നത് വിജയമല്ല, കൂട്ടായ്മയാണ്. ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മറ്റൊരു പ്രവർത്തനം. എല്ലാ വാതിലുകളും തുറക്കില്ല, പക്ഷെ ഒരു വാതില് നമുക്കായിട്ട് തുറക്കാനായിട്ടുണ്ടായിരിക്കും. പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള വഴി അല്ലെങ്കിൽ വാതിൽ. വിധി എന്ന് പറയുന്നത് നമ്മളെ വലിച്ചിഴയ്ക്കുന്ന ഒരു സംഗതിയല്ല, സൂചനകൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഇല്ലാതാവുക എന്നുള്ളതല്ല, പലപ്പോഴും സമാധാനം തരിക, ആ പ്രശ്നത്തിൽ സമാധാനത്തോടെ നിൽക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ ശക്തനാക്കുക, ശക്തയാക്കുക. പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല, പക്ഷെ നിങ്ങളെ ശക്തനാക്കുന്നു. ഭഗവാൻ പലപ്പോഴും യുദ്ധം മാറ്റുന്നില്ല, പക്ഷെ യോദ്ധാവിനെ മാറ്റുന്നു. ദൈവം ചിലപ്പോൾ കൊടുങ്കാറ്റിനെ നിർത്തില്ല, പക്ഷെ കപ്പിത്താനെ ശക്തനാക്കിയിട്ട് മാറ്റുകയാണ്. ജീവിതം പുനർനിർമ്മിക്കാനുള്ള, അർത്ഥപൂർണമാക്കാനുള്ള ആളുകളെ നിങ്ങളിലേക്ക് അയക്കുമെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ലക്ഷണം. ചിലർ കുടുംബമായിട്ട് വരും, ചിലർ സുഹൃത്തുക്കളായിട്ട് വരും, ചിലർ ഗുരുവായിട്ട് വരും, ചിലർ ജീവിതത്തിലെ ഏറ്റവും കഠിന കാലത്ത് ഒരു രക്ഷാ കവചമായിട്ട് തന്നെ വരും. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയില്ല, പക്ഷെ ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കും. ചിലപ്പോൾ നിങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഭഗവാൻ ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഹെൽപ്പർ സോൾസ് ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരു വാക്ക്, ഒരു തീരുമാനം, ഒരു കൂടിക്കാഴ്ച, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു യാദൃശികമായിട്ടുള്ള സംഭവമല്ല. ഭഗവാൻ ആരുമില്ലാതെ ഉഴലുന്ന സമയത്ത്
നിങ്ങളുടെ മുന്നിലേക്ക് പ്രപഞ്ചം അയക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. അതാണ് ഭഗവാൻ. പ്രപഞ്ചം ഇത് നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നമസ്തേ.